കൊല്ലം പെരിനാട് പഞ്ചായത്തിൽ നടക്കുവാൻ വഴിയും കുടിവെള്ളവും ഇല്ലാതെ 10ഓളം കുടുംബം. പരാതി നൽകിയിട്ടും പരിഹാരമായില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പെരിനാട് പഞ്ചായത്തിൽ 17ാം വാർഡിൽ ഈഴന്തറ ഭാഗത്താണ് മഴ പെയ്തു കഴിഞ്ഞാൽ നടവഴിയിൽ വെള്ളം കയറുന്നത്. കുടിവെള്ളം മലിനപ്പെടുന്നതും ഇവിടെ സ്ഥിരം സംഭവമാണ്. 70 വർഷം കൊണ്ട് ഇവിടെ താമസമാക്കിയ 10ഓളം കുടുംബങ്ങൾക്കാണ് ഈ ദുരവസ്ഥ. ഒഴുകി വരുന്ന ഭാഗത്തെ നിൽക്കാൻ വയ്യാത്ത വാടയാ, അതിഭയങ്കരമായ വാട. അവിടെ എല്ലാം ഒത്തിരി വീടുകളുണ്ട്. ആ ഭാഗത്ത് നമുക്ക് നടന്നു പോലും വരാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. ഇറച്ചി വെട്ടുമുണ്ട്, കുളിപ്പിക്കുന്നതും കാണാനും എല്ലാം. നിരവധി തവണ പഞ്ചായത്തിലും കളക്ടർക്കും MLAക്കും പരാതി കൊടുത്തുവെങ്കിലും ഇതുവരെയും നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന ജലം താഴ്ന്ന പ്രദേശമായതിനാൽ ഇവിടെ കെട്ടിനിന്ന കൊതുക് ശല്യവും രൂക്ഷമാണ്. വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ആ വെള്ളം കിണറ്റിലേക്കിറങ്ങി കുടിവെള്ളം മലിനമാകുന്ന അവസ്ഥയും നിലവിലുണ്ട്. ഞാൻ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുത്തു. വ്യക്തിപരമായി ഞാൻ പഞ്ചായത്ത് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പരാതി കൊടുത്തു. ഇവിടുത്തെ ജനങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് പരാതി കൊടുത്തു. എങ്കിലും അദ്ദേഹത്തിന് താൽക്കാലികമായി വിളിച്ച് ചെറിയൊരു ഫൈൻ കൊടുത്ത് ഈ വിഷയം ഒതുക്കി തീർക്കുവാനാണ് ഈ പറയുന്ന ഭരണ സംവിധാനം ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് 2-3 ദിവസം കൂടുമ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന മലിനജലമാർ പൊട്ടിച്ച് ഈ തോട്ടിലൂടെ വിടുകയാണ് ചെയ്തത്. പൈപ്പ് ലൈനിന്റെ കണക്ഷനു വേണ്ടി വാട്ടർ അതോറിറ്റിയെ സമീപിച്ചെങ്കിലും പൈപ്പിട്ട് കൊടുക്കാൻ പോലും ഇതുവരെയും സാധിച്ചിട്ടില്ല. പെരിനാട് ഏലായുടെ നടുത്തോടിന് സമീപത്തെ കാടുകൾ വെട്ടിത്തെളിച്ചാണ് ഇവിടെയുള്ളവർ സഞ്ചരിക്കുന്നത്. ഈ ഭാഗത്തുള്ളവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഓട്ടോ പോലും എത്താത്ത സ്ഥിതിയാണ്. സ്ഥലം മെമ്പറോട് നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായില്ല. തിരഞ്ഞെടുപ്പ് അടുത്ത ഈ സമയത്തെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.